സുഹൃത്തുക്കളെ വീണ്ടും കുരുപൊട്ടി 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 എന്നല്ലാതെ എന്താണ് പറയാൻ. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ വിഷയം കൃത്യമായി മനസ്സിലായി കാണും. സുരേഷ് ഗോപി ഇന്ത്യൻ പതാക ഏന്തി നടന്നു പോകുന്ന ഒരു വീഡിയോ, കാറിലേക്ക് നടന്ന് കയറുന്ന ഒരു വീഡിയോ, അദ്ദേഹം ദൂരെ നിന്ന് നടന്ന് ഒരു മുണ്ടൊക്കെ കൊടുത്ത് പതാക ഏന്തി നടന്നു വരുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല ചിലർക്ക് എന്നുള്ള ഒരവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ആകെ കാണുന്നത്. യഥാർത്ഥത്തിൽ എന്തൊരു കഷ്ടമാണ് എന്ന് തോന്നിക്കൊണ്ട് വളരെ കൗതുകകരമായൊരു വിഷയമാണ് ഇത്. പക്ഷേ ഇത് എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ മനുഷ്യരുടെ ഇത്തരം അഭ്യാസങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണാതെ പോകുന്നത്. മുണ്ടക്കയിൽ മോഹൻലാൽ എത്തിയപ്പോൾ അദ്ദേഹം പട്ടാള വേഷം ധരിച്ചതായിരുന്നു പ്രശ്നം. സുരേഷ് ഗോപിന് എന്ത് ചെയ്താലും കുഴപ്പമാണ്. സുരേഷ് ഗോപി എന്താ പറയുക, ഓശാന പെരുന്നാളിന് പോയാൽ പ്രശ്നം, പിന്നെ മദ്രസയിൽ പോയി അല്ല പള്ളിയിൽ പോയി പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അവരോടൊപ്പം സഹകരിച്ചാൽ പ്രശ്നം. അങ്ങനെ ഒരു നൂറ് പ്രശ്നങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് അങ്ങ് അർമാദിക്കുകയായിരുന്നു കുറച്ചാളുകൾ. അതെല്ലാവരും ഇല്ല, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല. ചില മാനസികാവസ്ഥയുള്ളവർ എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു മാനസികാവസ്ഥ ഒരു രോഗമായി മാറുന്നത് പോലെ യഥാർത്ഥത്തിൽ തോന്നുന്നു. അതുകൊണ്ടാണ് മോഹൻലാലിനോട് ഈ പട്ടാള വേഷമിട്ട് അദ്ദേഹം വന്ന് വലിയ സേവന പ്രവർത്തനങ്ങൾ അവിടെ പ്രഖ്യാപിച്ചപ്പോൾ കുരുപൊട്ടിയ മനുഷ്യരുണ്ടല്ലോ, അത് വെറും വാർത്തയ്ക്ക് വേണ്ടിയാണ്, ഷോയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന കുറേ മനുഷ്യരുണ്ട്. അവരോട് തോന്നുന്ന അതേ സഹതാപം മാത്രമേ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ വീഡിയോയോട് കമൻറ്റ് ചെയ്യുന്നവരോട് തോന്നുള്ളൂ. സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒരു പൊട്ടനായിട്ടും വട്ടനായിട്ടും ഒക്കെയാണ് ആളുകൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതാ പോകുന്ന പോക്ക് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പലരുടെയും പ്രതികരണങ്ങൾ. യഥാർത്ഥത്തിൽ നിങ്ങൾ സുരേഷ് ഗോപിയെ മനസ്സിലാക്കിയിട്ടില്ലേ? അല്ലെങ്കിൽ ഇത് ബോധപൂർവം ഒരുപക്ഷെ ആക്രമിക്കുന്നതായിരിക്കും. സുരേഷ് ഗോപി എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എല്ലാത്തിനും അങ്ങ് ആക്രമിക്കണം എന്നതായിരിക്കും ഒരുപക്ഷെ ചിന്ത. അതല്ലെങ്കിൽ സുരേഷ് ഗോപി എന്താണ് എന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇനി നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മളെല്ലാം കണ്ടതല്ലേ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം നടത്തിയ ഓരോ തരത്തിലുള്ള പ്രതികരണങ്ങൾ. പലതരം വിവാദങ്ങൾ, വാർത്തകളൊക്കെ വന്നു. പാർട്ടിക്കാരെ അടക്കം അദ്ദേഹം വഴക്ക് പറയുന്നത് വാർത്തയായി. അങ്ങനെ എത്ര കാര്യങ്ങൾ വാർത്തയായി. പക്ഷേ എന്നിട്ടും ഏതാണ്ട് 74,000-ൽ പരം വോട്ടുകൾക്ക് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റൈലാണ് പല കാര്യത്തിനും. അദ്ദേഹം ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ രീതി എന്താണോ അതങ്ങ് പബ്ലിക്കായി കാണിച്ച് പോകുന്ന ഒരാളാണ്. നിങ്ങൾ കാണുന്നത് ഒരുപക്ഷെ വടിവൊത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചിരിക്കേണ്ട രീതിയിൽ ചിരിക്കുകയും കരയേണ്ടടുത്ത് കരഞ്ഞു കാണിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് രാഷ്ട്രീയ നേതാക്കളെയോ അല്ലെ കുറേ വ്യാജ മനുഷ്യരെ ആയിരിക്കും. സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒരു വ്യാജ മനുഷ്യനല്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ അടുത്ത് നിന്ന് അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറ്റവും ഗംഭീരമായി പെരുമാറുന്ന പലരുമായിരിക്കും പലപ്പോഴും ഭയങ്കര ഫ്രോഡുകളായി സംഭവിക്കാറുള്ളത്. സുരേഷ് ഗോപിയുടെ കുഴപ്പങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ആളുകൾക്കൊക്കെ അറിയാം. ഈ സുരേഷ് ഗോപിയുടെ കുറവുകളെക്കാട്ടിൽ ഒരു 10 മടങ്ങ് കൂടുതലാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളതാണ് മലയാളി തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് തൃശ്ശൂർക്കാർ അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സിനിമാ താരവും ചെയ്യുന്നതിന് ഒരു പക്ഷേ ഒരു പരിധിവരെ അപ്പുറത്തേക്ക് വലിയ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എത്രയോ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് തൻ്റെ സിനിമാ വരുമാനത്തിൽ നിന്ന് എടുത്തു കൊടുത്ത്, തനിക്ക് 4-5 കുട്ടികളുള്ളപ്പോൾ അവർക്ക് പോലും ഒരു പങ്ക് മാത്രം വെച്ച് അതിൽ നിന്ന് ഇത്രയും കുട്ടികളുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അവിടെയൊക്കെ സുരേഷ് ഗോപി കാണിക്കുന്ന ഒരു രീതി ഒരുപക്ഷെ നമ്മൾ മലയാളികൾ എത്രയോ കണ്ടതാണ്. അത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമുള്ളതല്ല. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു എയ്ഡ്സ് രോഗികളായ, അതായത് അവരുടെ മാതാപിതാക്കൾ HIV പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് മക്കളും അങ്ങനെ പോസിറ്റീവായ കുട്ടികളെ കൊല്ലത്തെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ വലിയ വിവാദമുണ്ടായപ്പോൾ മറ്റു പല രക്ഷകർത്താക്കളും പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയ മനുഷ്യനാണ് സുരേഷ് ഗോപി. അത് മറക്കാൻ പറ്റും? അതൊക്കെ BJPയിലേക്ക് വരുന്നതിന് എത്രയോ മുൻപുണ്ടായ സംഭവമാണ്. അദ്ദേഹത്തിന് ഒരു പരിധി വരെ അന്ന് കോൺഗ്രസ് അനുഭാവമായിരുന്നു. K കരുണാകരനോടും അല്ലെങ്കിൽ EK നയനാരോടുമുള്ള തൻ്റെ ഇഷ്ടം ഇപ്പോഴും തുറന്നു പറയുന്ന മനുഷ്യനാണ് സുരേഷ് ഗോപി. നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ BJPക്കാരനാണെങ്കിൽ BJPയെ മാത്രം പ്രകീർത്തിച്ച് പോകുന്നവരായിരിക്കും BJPക്കാർ. കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രം ശരി എന്നാണ് പൊതുവെ ചിന്തിക്കാറുള്ളത്. CPMകാരാണെങ്കിൽ പിന്നെ പറയുക വേണ്ട, അവർക്ക്
എന്താ പറയുക, അതും CPI-ക്കാരെ പോലും ഒരു പരിധിവരെ പലപ്പോഴും അംഗീകരിക്കാറില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയം പോകുന്നത്. അവിടെയാണ് സുരേഷ് ഗോപി വ്യത്യസ്തനാകുന്നത്. അദ്ദേഹം ഒരു വ്യാജനല്ലാതായി അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയുന്നു. അതിൽ ശരിതെറ്റുകളൊക്കെ ഉണ്ടാകും, പക്ഷേ വിമർശനങ്ങളൊക്കെ ആകുകയും ചെയ്യാം. പക്ഷേ അദ്ദേഹത്തെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവ്, ഇന്ദിരാഗാന്ധിയെ സുരേഷ് ഗോപിക്ക് വലിയ താല്പര്യമായിരുന്നു, അദ്ദേഹം അത് പറയുന്നു. പക്ഷേ തൻ്റെ പാർട്ടിയുടെ നിലപാട് അതല്ല. പാർട്ടി പ്രവർത്തകർ പലരും സന്ദീപ് വചസ്പതിയെ പോലുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തന്നെ സുരേഷ് ഗോപിയോട് ഫലത്തിൽ പറയുകയാണ് ഇന്ദിരാഗാന്ധി ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ കണ്ടതാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ നിലപാടുണ്ട്, രീതികളുണ്ട്. അതാണ് സുരേഷ് ഗോപി. ഒരു കാര്യം ഈ ആക്രമിക്കുന്നവർ മനസ്സിലാക്കുക, സുരേഷ് ഗോപിയെ നിങ്ങൾ എത്ര ആക്രമിക്കുന്നോ അത്രയും അദ്ദേഹം ശക്തനാകുകയാണ് ഫലത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ പൊതുവേ ഏതെങ്കിലും ഒരാൾക്കെതിരെ ഏറ്റവും വലിയ പ്രചരണങ്ങളും അക്രമങ്ങളും ഒക്കെ നടത്താൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ നിലയിൽ ഏറ്റവും അതിക്രമം ഫലത്തിൽ നേരിട്ട ഒരാളാണ് സുരേഷ് ഗോപി. പല സ്ഥാനാർത്ഥികളും നേരിടാറുണ്ട്, പക്ഷേ സുരേഷ് ഗോപി നേരിട്ടിട്ടുണ്ട് വളരെ കൃത്യമായി. BJPക്ക് ഒരു സാധ്യതയുമില്ലാത്തൊരു സംസ്ഥാനം പോലെ കണ്ടിരുന്ന കേരളത്തിൽ BJPക്ക് സ്വന്തമായിട്ടൊരു MP ഉണ്ടാക്കി കൊടുക്കാൻ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ പ്രവർത്തികൾ വളരെ പ്രധാനപ്പെട്ടതായി മാറി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ മാത്രമല്ല, അദ്ദേഹം സതുദ്ദേശത്തോടെ ചെയ്യുന്നു എന്നാണ് മനുഷ്യർ കരുതുന്നത്. അത് അവർ വിശ്വസിക്കുന്നുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്തത്. അത് കേവലം ഏതെങ്കിലും BJPയുടെയോ RSSൻ്റെയോ മാത്രം വോട്ട് നേടിയാണോ സുരേഷ് ഗോപി ജയിച്ചത്? അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ചാവക്കാട് അടക്കമുള്ള മേഖലകളിൽ മുസ്ലിം വോട്ടുകളടക്കം സുരേഷ് ഗോപിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വെറുതെ BJP എന്ന് കണ്ടു മാത്രമാണ്? BJPയോടൊരു സംഘടന അവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന മനുഷ്യനുള്ള ഒരു വ്യക്തിപരമായ സ്വാധീനം, അദ്ദേഹത്തെ മലയാളിക്ക് പച്ചവെള്ളം പോലെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് അനുഭവമുള്ള മനുഷ്യരൊക്കെ സുരേഷ് ഗോപി എത്ര നിഷ്കളങ്കനായി പെരുമാറുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എത്രയോ സ്നേഹമുള്ള ആളാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് ഓരോ മനുഷ്യരോടും കൊടുക്കുന്നു. മമ്മൂട്ടി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ഏതോ ഒരു സാധനം തന്നു, പിന്നീട് അത് കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ എങ്ങാണ്ട് അതിന് മറുപടി കൃത്യമായി പറഞ്ഞില്ല, അപ്പോൾ സുരേഷ് ഗോപി പിണങ്ങി എന്നൊക്കെ. അത്രയും കുട്ടികളുടെ മനസ്സുള്ളൊരു മനുഷ്യൻ കൂടിയാണ് സുരേഷ് ഗോപി. അങ്ങനെ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ അദ്ദേഹം ഒരു കൊടി പിടിച്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പതാക പിടിക്കാൻ പാടില്ലേ? നിങ്ങൾ എന്ത് മനുഷ്യരാണ്? അങ്ങേർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ എന്ന്. സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ പതാക കെട്ടാനും അങ്ങനെ പതാക കോഡൊക്കെ അനുസരിച്ച് കൊണ്ടു നടക്കാനും പറ്റുകയുള്ളൂ. അദ്ദേഹം വലിയ രാജ്യസ്നേഹി കൂടിയാണ്. അപ്പോൾ പതാക നെഞ്ചോട് ചേർത്ത് നടക്കുന്ന സുരേഷ് ഗോപി ഒന്ന് നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ മോഹൻലാലിൻ്റെ കാര്യത്തിൽ കുരുപൊട്ടിയവരോട് പറയാനുള്ള അതേ കാര്യം മാത്രമേ പറയുള്ളൂ, നിങ്ങൾ ചികിത്സ തേടുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയാതെ വേറെ വഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് രണ്ടും ഒരേ പാറ്റേൺ ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കമൻറ്റുകൾ കാണുമ്പോൾ. മോഹൻലാലിനെതിരെ അതിക്രമം നടത്തിയവരും സുരേഷ് ഗോപിക്കെതിരെ അക്രമം നടത്തിയവരും. എന്തായാലും നിങ്ങൾ ട്രോളിക്കൊള്ളുക. ഒരു കാര്യം മനസ്സിലാക്കുക, ട്രോളും തോറും വളരുകയാണ് സുരേഷ് ഗോപി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മടിക്കരുത്. മറ്റൊരു വിഷയമായി ഉടൻ കാണാം. നന്ദി.